ഹലോ, ഇന്നത്തെ വീട്ടിൽ നമുക്ക് ചീര കണ്ടാലോ? അതെ, നമ്മുടെ വീട്ടിലെ ഫ്രഷ് ആയിട്ടുള്ള ചീര ഉണ്ടോ? നല്ല പച്ച ചീര. എന്ത് ഭംഗിയാന്ന് നോക്കിയല്ലേ? ഈ പച്ചച്ചീരയ്ക്ക് പ്രത്യേക ഒരു ഭംഗി. പിന്നെ നമ്മുടെ വീട്ടിലാണ്ട് നല്ല ഫ്രഷാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് വിളവെടുപ്പാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് ഈ ചീര വലുതായതുകൊണ്ട് നമ്മൾ ഇത് പച്ചച്ചീര, ചുവന്ന ചീര നട്ടിട്ടുണ്ട്, പക്ഷേ വലുതായിട്ടില്ല, ചെറു തൈകളാണ്. ഇത് ഞാൻ വിചാരിച്ചു നമുക്ക് കട്ട് ചെയ്യാം, ഫസ്റ്റ് വിളവെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വെച്ചാണ് വീഡിയോ എടുത്തത്. എന്ത് ഫ്രഷാണല്ലേ. എനിക്ക് ഈ പച്ചരിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. തോരനൊക്കെ വയ്ക്കുമ്പം നമ്മൾ പണ്ടൊക്കെ കൂടുതലും ചുവന്നീര കഴിച്ചിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല, അത് കൂടുതൽ കഴിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതലും ഈ ചീര ടേസ്റ്റ് ഇഷ്ടമാണ്, പച്ചച്ചീരയുടെ. അതുകൊണ്ട് നമ്മളെന്തായാലും ഇത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം മഴ പെയ്ത് ശേഷം ആണ് നമ്മളിത്, അതുകൊണ്ട് നല്ല നനഞ്ഞ് നിൽക്കുന്നുണ്ട് ചീരയൊക്കെ. കണ്ടോ, നല്ല ഫ്രഷ്. നമുക്ക് കടയിൽ പോയി ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഫ്രഷ് ആവണമെന്നില്ല അല്ലേ. നല്ല ഹോംലി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾ. എല്ലാവരും ഇലക്കറി കഴിക്കണം, ഞങ്ങൾക്കറിയാലോ. ഇലക്കറിയുടെ ബെനിഫിറ്റ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ചീര വിളവെടുക്കാൻ പോവാണ്. ചീര തോരനാണ് മിക്കപ്പോഴും വയ്ക്കാറ്. ഇത് തോരൻ തന്നെയാണ് വെച്ചത് കേട്ടോ, തേങ്ങയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഞാൻ ചുവന്ന ചീര കാണിച്ചാലും കുറേ തൈ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കണ്ടില്ലേ? നിറയെ തൈ ഉണ്ട്. ഇതൊക്കെ ഇനി പതുക്കെ മാറ്റിയിടണം, എങ്കിൽ മാത്രമേ വലുതാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ മാറ്റിയിടാറുള്ള പാകം ആയിട്ടുണ്ട്. ഇത് മാറ്റി കുറേ നടണം, ചുവന്ന ചീര. പിന്നെ വേറെ ഇഷ്ടംപോലെ തരം ചീരകളുണ്ടല്ലോ, സുന്ദരി ചീര, മയിൽപ്പീലി ചീര. അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, നിലവിൽ 2 ചീര മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ആയാലും നമുക്ക് അല്ല, എന്നും കഴിക്കുമ്പോൾ മടുക്കും. എന്നാലും വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് എപ്പോഴും നല്ലതാണ്. ചീര കൊണ്ട് വേറെ കറികളൊക്കെ ഉണ്ടാക്കാം, ചീരക്കറിയൊക്കെ ഉണ്ടാക്കാം, ചീര അവിയലൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം അതൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ ചീരത്തോട്ടം, കണ്ടില്ലേ? നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര, നല്ല ഒന്നാന്തര ഇലക്കറി. കൂടാതെ നമ്മുടെ പുതുതായിട്ട് വാങ്ങിച്ച താമരയാണ് കേട്ടോ അത്. താമരയിൽ പൂവുണ്ടായിട്ടില്ല. പൂവുണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ പുതിയ താമര ചെടി.